പിന്നെ ഒരു പാത്രത്തിൽ വെള്ളമൊഴിച്ച് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകാനും താൻ അരയിൽ ചുറ്റിയിരുന്ന തോർത്തുകൊണ്ട് തോർത്താനും തുടങ്ങി. നിങ്ങൾ ഇരിക്കൂ, ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകാം. കർത്താവേ, ഇത് ശരിയാണോ? നിങ്ങൾ ഞങ്ങളുടെ പാദങ്ങൾ കഴുകുമോ? അതേ ചെറിയ യാക്കോബേ, ഞാൻ ഉറപ്പായാണ് പറയുന്നത്. ദയവായിരിക്കൂ. കർത്താവേ, നന്ദി. കർത്താവേ, നീയാണോ എന്റെ പാദങ്ങൾ കഴുകുന്നത്? ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് ഇപ്പോൾ നീ അറിയുന്നില്ല, പിന്നീട് മനസ്സിലാക്കിക്കൊള്ളും. എന്റെ പാദങ്ങൾ നീ ഒരിക്കലും കഴുകാൻ പാടില്ല. ഞാൻ നിന്റെ കാലുകൾ കഴുകിയില്ലെങ്കിൽ നിനക്കു എന്നോടൊപ്പം പങ്കില്ല. കർത്താവേ, എങ്കിൽ എന്റെ പാദങ്ങൾ മാത്രമല്ല, കൈകളും തലയും കൂടി കഴുകുക. കുളിച്ചവന് പാദങ്ങൾ കഴുകിയാൽ മതി, അവൻ മുഴുവൻ ശുദ്ധനായിരിക്കും. നിങ്ങളും ശുദ്ധരാണ്, എല്ലാവരുമല്ല. ഞാൻ നിങ്ങളോട് ചെയ്തത് എന്തുമാത്രമെന്ന് മനസ്സിലാക്കുന്നുടോ? നിങ്ങൾ എന്നെ ഗുരു എന്നും കർത്താവെന്നും വിളിക്കുന്നു. അത് ശരിയാണ്, ഞാൻ ഗുരുവും കർത്താവുമാണ്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും. ഗുരു, അത് ഞാനോ? ഗുരു, അത് ഞാനോ? കർത്താവേ, അത് ഞാനല്ലല്ലോ. നീ പറഞ്ഞു കഴിഞ്ഞു. വാങ്ങി ഭക്ഷിക്കുവിൻ, ഇത് എന്റെ ശരീരമാണ്. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് പാനം ചെയ്യുവിൻ. ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്നതും ഉടമ്പടിയുടേതുമായ എന്റെ രക്തമാണ്. പത്രോസേ, ഇന്നത്തെ രാത്രി കോഴി കൂവുന്നതിന് മുമ്പ് ഞാൻ അവനെ അറിയുന്നില്ലെന്ന് നീ 3 പ്രാവശ്യം എന്നെ നിഷേധിക്കും. കർത്താവേ, ഞങ്ങളോട് ക്ഷമിക്കണമേ.